ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം പഴക്കമുണ്ട്. ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിന് ദുബായിൽ പോയ വ്ളോഗാണിത്. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒരു മെമ്മറി ആയിട്ട് ഇതിവിടെ കിടക്കുമല്ലോ, എഡിറ്റ് ചെയ്ത് ഇടാമെന്ന്. അപ്പം ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് പോവാണ് ദുബായ് എയർപോർട്ടിലേക്ക്. ഞാനും അച്ഛനും അമ്മയും കൂടാണ് പോകുന്നത്. ഇത് വെറും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പല്ല, എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രിപ്പാണ്. കാര്യം എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, എൻ്റെ അച്ഛൻ്റെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അച്ഛൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഫ്ലൈറ്റും കൂടാണ്. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛനും അമ്മയും കൊണ്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പോൾ അതിനിപ്പോഴാണ് സമയമായത്. ഇപ്പോഴല്ല, ഒരു വർഷത്തിന് മുന്നേ നടന്ന കാര്യമാണ്. ഇപ്പോഴാണ് വീഡിയോ ഇടാൻ സമയമായിട്ടുള്ളത്. അപ്പോൾ സമയമായിട്ടുള്ളതൊന്നും പറയണ്ട, ഞാൻ എഡിറ്റ് ചെയ്തില്ല, അതവിടെ കിടന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന്, എല്ലാ വീഡിയോസും കൂടെ ഒന്ന് ഒരുമിച്ചാക്കിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലാണ്. ഞാൻ അച്ഛൻ്റെ റിയാക്ഷനും അച്ഛൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാണാനായിട്ടാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഫ്ലൈറ്റിൽ ഓൺ ബോർഡ് ചെയ്യാൻ സമയമായി. ഓൺ ബോർഡിങ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായി. അപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞാനിങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. ചെവി വേദന വരാതിരിക്കാൻ പഞ്ഞി വെച്ചോളൂ, പിന്നെ ഹെഡ്സെറ്റ് വെക്കാം, ബബിൾ കഞ്ച വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. കാര്യം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതുകൊണ്ട് അച്ഛന് ഇനി ചെവിക്ക് വേദനയോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന്. എനിക്ക് പൊതുവെ വരാറുണ്ട്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് മസാല ദോശയായിരുന്നു. കുഞ്ഞു മസാല ദോശ, നിങ്ങൾ കണ്ടില്ലേ, 2 മസാല ദോശ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചതായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു, വടയുണ്ടായിരുന്നു, പിന്നെ എനിക്കറിയില്ല, യോഗേർട്ടിൽ എന്തോ മിക്സ് ചെയ്തൊരു സംഭവമാണ്, അതെനിക്കധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ബട്ടർ, അങ്ങനെ ചോക്ലേറ്റ്, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു. ഒരു 3.5 hours ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വലിയ എയർപോർട്ടാണത്, ഒരുപാടുണ്ടായിരുന്നു നടന്ന് പുറത്തിറങ്ങാനായിട്ട്. അപ്പം ടെർമിനൽസൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു രീതിക്ക്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കാം, ഞാൻ ഇത്രയും വലിയ എയർപോർട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വലിയ എയർപോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്തു, അവർ എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മളത് ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ നമ്മൾ 3 പേരും എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം നമ്മുടെ 3 പേരും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ റോഡും വണ്ടികളും നമ്മുടെ നാട്ടിൽ കാണാത്ത പലതരത്തിലുള്ള വണ്ടികളൊക്കെ ഉണ്ട്, കാറൊക്കെ. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലത്ത് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഉച്ച കഴിഞ്ഞു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് ഈവനിങ് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം Day 2 ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് റൂമിലൊക്കെ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് ഫ്രഷ് ആയിട്ടുണ്ട്. സമയം ഇപ്പം ഒരു 5:30-6 മണിയായി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മെറൈൻ ക്രൂസിലാണ്. അപ്പോൾ ഞാൻ ഇതുവരെ മെറൈൻ ക്രൂസിൽ കയറിയിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ താഴെ നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വണ്ടിയിലൊക്കെ കയറിയിരുന്നു. ഇതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഞാൻ ഇരിക്കുന്നതിൻ്റെയും പുറകെ സീറ്റുണ്ട്. അപ്പം നമ്മളവിടുത്തെ ഒരു ട്രാവലറിൻ്റെ വേറൊരു ട്രാവലറാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ കാറാണ്. പക്ഷേ ഒരു 10-12 സീറ്റിംഗ് ആണെന്ന് തോന്നുന്നു കപ്പാസിറ്റി. 8ഉം 7ഒന്നും അല്ല എന്തായാലും. കണ്ടോ, അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വെളിയിലൊക്കെ കാണുന്ന പോലത്തെ, ഓഫ്കോഴ്സ് വെളിയിലാണ്, പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ബിൽഡിങ്സും ഒരുപാട് ലൈറ്റും ആ ദുബായ് സിറ്റി ഉണ്ടല്ലോ, ആ ഫുൾ വൈബായിരുന്നു.
ബോട്ടിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് സമയമാകുമ്പോഴത്തേക്കും അവർ നമ്മളെ വന്ന് ഇവിടെ വിളിക്കും. ആ ബോട്ടിൻ്റെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കയറി ഇപ്പോൾ താഴെയും നമുക്ക് ഇരിക്കാൻ പറ്റും, മുകളിലും നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഈ ഒരു മുകളിലും നമുക്ക് ഇരിക്കാം. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോട്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2.5 hours നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. ആൾക്കാർ ആദ്യമേ ഫുഡൊക്കെ കഴിക്കാൻ ഓർത്തു, കാര്യം ഇപ്പോഴൊരു 8 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡായിട്ട് ഇതേ മന്തി ഉണ്ടായിരുന്നു, പിന്നെ പാസ്ത ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ഗ്രിൽഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അവിടുത്തെ ദുബായിലെ ഈ ഒരു ഫുഡ് അൽഫാം പോലത്തെ ചിക്കൻ്റെ ഫുൾ ഗ്രില്ലിങ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഫുഡ് മന്തിയാണ് അവിടെ കൂടുതലും ആൾക്കാർ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചെടുത്തു. പിന്നെ കുറച്ച് വെജീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഫുഡ്. അവിടെ സെർവ് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു, ചില ഏരിയയിൽ സെർവ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഡെസേർട്ടും ഉണ്ടായിരുന്നു. ഡെസേർട്ട് ഞാൻ ഫോട്ടോ എടുത്തില്ല എന്ന് തോന്നുന്നു. കേസരി പോലെ എന്തോ ഒരു ഇതും പിന്നെ ഒരു പുഡിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ഈ ബിൽഡിങ്സ് എല്ലാം കണ്ട് നമുക്കിങ്ങനെ പോവാം. നല്ല രസമായിരുന്നു അതെല്ലാം ഇങ്ങനെ കണ്ട് പോകുന്നത്. പിന്നെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യെസ്, അപ്പോൾ അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു നൈറ്റ് എൻജോയ് ചെയ്തു. എല്ലാവരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്നും നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വരാം. ടാറ്റാ, ബൈ.